അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് പോവാറായിട്ടോ. അപ്പോൾ നാട്ടിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു ചെറിയൊരു ഷോപ്പിംഗ് എന്തായാലും അത് സ്ഥിരം പരിപാടിയാണല്ലേ. അപ്പോൾ ആ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു ഇന്നത്തെ ദിവസം. എവിടെ പോവുകയാണെങ്കിലും ഫസ്റ്റ് തന്നെ നമ്മുടെ 2 മക്കളെയാണ് കേട്ടോ ആദ്യം റെഡിയാക്കി നിർത്തുക. അവരുടെ റെഡിയാവൽ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ റെഡി ആവാറുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് നമുക്ക് വേഗം റെഡിയാവാനും പറ്റും. അത് വേറൊന്നുകൊണ്ടല്ല, അവരെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സമാധാനമായിട്ടിരിക്കും. ഇനി റെഡി ആയിട്ടില്ലേ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സാണെങ്കിൽ കളിച്ചും പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചോദിച്ച് പിന്നാലെ അങ്ങനെ നിൽക്കും. നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് മാത്രമല്ല കേട്ടോ, മക്കൾക്ക് വെക്കേഷൻ ആണെങ്കിലും അവർക്ക് വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ഹോംവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. സമ്മർ ഹോംവർക്ക് പോലെ വെക്കേഷൻ ഹോംവർക്കൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ഇവരെ പോലെയുള്ള കുഞ്ഞു മക്കളായതുകൊണ്ട് അവർക്ക് ഹോംവർക്ക് ഉണ്ടെങ്കിലും നമ്മൾ പാരൻസിനായിരിക്കുമല്ലോ ആ ഒരു പണി വരുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇനി നാട്ടിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ചെയ്തു വെച്ചിട്ട് പോയാലേ കാര്യം ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂള് റീഓപ്പൺ ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അതായത് 25th ആണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 24th നൈറ്റ് 24th നൈറ്റ് എന്നല്ല 25th അതായത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് രാവിലെ പുലർച്ചെ വരുന്ന പോലെയാണ് നമ്മളുടെ ഫ്ലൈറ്റ് ടൈമിംഗ് എന്ന് വരുന്നത്. അങ്ങനെ നമ്മുടെ ഡേ ടു ഡേയിലത്തെ ആവശ്യമുള്ള കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് അത് കഴിഞ്ഞ് പിന്നെ ലുലുവിലൊക്കെ പോകണം. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ കയറി ഇറങ്ങാനുള്ള കാരണം നേരത്തെ തന്നെ ഇറങ്ങിയതായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് മദീന സായദിലുള്ള ലുലുവിലേക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു വീക്കെൻഡ് ഒരു സാറ്റർഡേ ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്കറിയാമല്ലോ, ഇവിടെ പാർക്കിംഗ് കിട്ടാനാണ് ഏറ്റവും വലിയ പാട്. എനിക്ക് തോന്നുന്നത് നമ്മൾ അവിടെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഉച്ചയ്ക്ക് എത്തിയിട്ട് ഒരു അത്യാവശ്യം ഒരു 1/2-3/4 മണിക്കൂർ നമ്മൾ അവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് പാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കല്ലാതെയുള്ള കുറച്ച് നീക്കി പാർക്കിംഗ് ഉണ്ടാവും. പക്ഷേ നമുക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് ഈ വെയിലത്ത് ഇത് നടന്നു വരേണ്ടതെന്നുള്ള കാരണമാണ് നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ പാർക്കിംഗ് നോക്കി നടന്നത്. ഉച്ചയ്ക്ക് അത്യാവശ്യം നമ്മുടെ ഫുഡ് അടിയുടെ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി ഷോപ്പിങ്ങിന് കയറി കഴിഞ്ഞ് ഇനി ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ മേലേക്കാണ് പോയത്. എന്നിട്ട് കാലിക്കറ്റ് നോട്ട്ബുക്കിൽ പോയിട്ട് ഇനി എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ലുലുവിൽ കയറി കേട്ടോ. അപ്പോൾ ലുലുവിൽ ആദ്യം തന്നെ നമ്മൾ പോയത് അവിടുത്തെ ഡ്രസ്സിങ് സെക്ഷനിലേക്കായിരുന്നു കേട്ടോ. എന്തായാലും നാട്ടിലേക്കൊക്കെ പോവല്ലോ, അപ്പോൾ മക്കൾക്കായാലും കുറച്ച് ഡ്രസ്സൊക്കെ ഇനി നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് എവിടെയും പോകാനില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയില്ല, നമ്മളങ്ങനെ അറിയുന്നവരല്ല ചുറ്റുമുള്ളത്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊന്നും വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ കസിൻസിൻ്റെയും അങ്ങനെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഡ്രസ്സൊക്കെ അല്ലെങ്കിലും ഡ്രസ്സ് വേണം. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ നാട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ നല്ലതുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ വലിയ കാര്യമായിട്ടുള്ള ഡ്രസ്സൊന്നും കണ്ടില്ല കേട്ടോ. നമ്മളവിടെ സ്ഥിരം കാണുന്ന ആ ഒരു സെയിം പാറ്റേൺ ഒക്കെയുള്ള ഡ്രസ്സുകൾ ഞാൻ ആയതുകൊണ്ട് ഡ്രസ്സൊന്നും നോക്കിയില്ല. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ മേടിക്കുന്ന ചോക്ലേറ്റ്സും അതുപോലെയുള്ള ബാക്കി ഐറ്റംസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ താഴെയുള്ള സെക്ഷനിലേക്ക് വന്നു. ഇത് നാട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവരോട് തന്നെ ചോദിക്കും കേട്ടോ, എന്തൊക്കെയാണ് വേണ്ട, ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന്. കാരണം നമ്മൾ വെറുതെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടായിട്ട് കാര്യമില്ല. ചിലപ്പോൾ ചില സാധനങ്ങൾ നമ്മൾ ഇതിൻ്റെ മുന്നിൽ പോയപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത് തീർന്നിട്ടുണ്ടാവില്ല, പിന്നെ അത് ചിലപ്പോൾ ആവശ്യമുള്ളതാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്നതിനേക്കാളും മുന്നേ നമ്മൾ അവരോട് വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കും എന്തെങ്കിലും ആവശ്യമുണ്ടോ, കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ ചെറിയ ഷോപ്പിങ്ങിനൊക്കെ പോയി. നാട്ടിലേക്ക് പോകുന്നത് പ്രമാണിച്ചിട്ടുള്ള ഒരു കുഞ്ഞൊരു ഷോപ്പിങ്ങൊക്കെ ആയിരുന്നു. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വീട്ടിലേക്ക് വിളിച്ചിട്ട് ചോദിക്കും എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് അവരുടെ ഒരു ഐഡിയ കിട്ടുമല്ലോ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. പക്ഷെ അല്ലാതെ നമ്മളായിട്ട് വാങ്ങിച്ചു കുറച്ച് ചോക്ലേറ്റ്സും സാധനങ്ങളും അല്ലാണ്ട് പിന്നെ അവർക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ ഒരു ഐറ്റംസ് അതുകൾ മാത്രം ആണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അവർക്കത് ആവശ്യമുണ്ടോ ഇല്ലയെന്ന് അറിയാണ്ട് വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇഷ്ടമാവുമെന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് നമ്മൾ ഫസ്റ്റ് ഡേ ടു ഡേ ഇത് മെയിനായിട്ട് മോനെ ഇപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ ആണെങ്കിലും അവർക്കിനി എന്താ പറയുക ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് ക്രാഫ്റ്റ് അങ്ങനത്തെ തന്നെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഇതുകൾ നോക്കാനായിട്ടായിരുന്നു മെയിനായിട്ട് പോയത്. അപ്പോൾ
അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ ലുലുവിലാണ് പോയിട്ട് മെയിൻ നമ്മുടെ ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ പുറത്തുനിന്ന് തന്നെ കഴിച്ചു. കാരണം ഇനി വീട്ടിൽ വന്നിട്ട് ഇത് ചെയ്യുമ്പോൾ കുറേ ഇനിയും ടൈം ആവുമല്ലോ. അപ്പോൾ അത് കാരണം ഫുഡ് കഴിച്ചിട്ട് പിന്നെ ലുലുവിൽ ഷോപ്പിങ്ങിന് കയറി. അങ്ങനെ അവിടുന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനിയും കുറച്ച് ലിസ്റ്റ് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം കൂടി ഒറ്റയടിക്ക് വാങ്ങിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഈ ചോക്ലേറ്റ്സ് അധികം നമ്മൾ ആ പോകുന്ന ഒരു ടൈം ആകുമ്പോഴേ വാങ്ങിക്കുള്ളൂ. കാരണം ഇപ്പോഴേ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമ്മളതിനി എടുത്ത് സൂക്ഷിക്കാനും അതിനും വേറൊരു സ്ഥലം അന്വേഷിക്കണമല്ലോ. അപ്പം അതൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ. ഒരു ദിവസം കൊണ്ട് നമ്മുടെ തീരാത്ത ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു. ഇത് വേറൊരു ദിവസമാണ്. വേറൊരു ദിവസം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്കായിരുന്നു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പിന്നീട് ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. പിന്നീട് നമ്മൾ പോയത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ അവിടുത്തെ ലുലുവിലേക്കായിരുന്നു പിന്നത്തെ നമ്മുടെ നെക്സ്റ്റ് ഷോപ്പിംഗ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് രാവിലെ തന്നെ ഇതുപോലെ ഒരു സാറ്റർഡേ ഓർ സൺഡേ അതിലേതെങ്കിലും ഒരു ദിവസമാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ദിവസമാണ് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയിരുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്കായിരുന്നു പിന്നീട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും രാവിലെ ഇറങ്ങുമ്പോൾ വലിയ തിരക്കുണ്ടാവില്ല. നമ്മളൊരു ഈവനിങ് ഒക്കെ ആയിട്ട് ഇറങ്ങുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ നമ്മുടെ പ്രത്യേകിച്ച് ലുലുവിലൊക്കെ ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവാറുണ്ട്. അത്യാവശ്യം ഒരുവിധം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇനി നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടി പോണേക്കാളും മുന്നേ ഒന്നും കൂടി നോക്കുമല്ലോ ഇനി എന്തെങ്കിലുമൊക്കെ വേണമെന്നൊക്കെ. അപ്പോൾ അതിനായിരുന്നു പിന്നെ നമ്മൾ അവിടെ പോയത്. നമ്മൾ ഒരു ലുലുവിൽ തന്നെയല്ല, എനിക്ക് തോന്നുന്നു ചില സാധനങ്ങൾ നോക്കുമ്പം കുറച്ചുകൂടി കൂടുതൽ എന്താ പറയുക വേൾഡ് ട്രേഡ് സെൻറ്റർ അവിടുത്തെ ലുലുവിലുണ്ടെങ്കിൽ ചില ഐറ്റംസ് പക്ഷേ നമുക്ക് വേറൊരു ലുലുവിലായിരിക്കും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഇവിടെയും കൂടി ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അമ്പർല പോലെ ഇരിക്കണ വേണ്ട മഷ്റൂം, റെഡ് ചില്ലി ഉണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട്. കണ്ട നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും നമുക്ക് ഓരോറ്റ ദിവസം കൊണ്ടുള്ള ഷോപ്പിങ്ങിനുള്ളതേ ഉള്ളൂ കേട്ടോ. പക്ഷെ നമ്മൾ ഈ കുഞ്ഞു കുട്ടികളെയും അല്ലെങ്കിൽ മക്കളെയും കൊണ്ട് പോകുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ 2 ദിവസമൊക്കെ ആയിട്ട് ടൈം എടുത്തിട്ട് ചെയ്യുന്നത്. മക്കളെയും കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ നാട്ടിലേക്കുള്ള ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിടുമ്പോൾ അത് കാണുമ്പോൾ അവർക്കും ആവശ്യം നല്ലോണം ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്കും കഴിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ വേറെ സ്ഥലത്തൊക്കെ ഇരുത്തിയിട്ടോ അല്ലെങ്കിൽ വേറെ ഐറ്റംസൊക്കെ അതിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് ബാക്കി ഇതുപോലെയുള്ള ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. നെക്സ്റ്റ് വീക്കിലെ ഷോപ്പിംഗ് ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ഗ്രോസറി ഐറ്റംസും കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ നമുക്കിതുപോലെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ എന്തൊക്കെയായിരിക്കും കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഏകദേശം എന്തൊക്കെയായിരിക്കും നമ്മൾ കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കണമെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എല്ലാ സാധനങ്ങളും അവർ പറഞ്ഞത് വാങ്ങിച്ചാലും പിന്നെയും നമുക്കറിയാമല്ലോ അവർ എന്തായാലും നമ്മുടെ വീട്ടിലുള്ളവരാകുമ്പോൾ അറിയാമല്ലോ എല്ലാ സാധനങ്ങളും അവർക്ക് വേണ്ടതാണെങ്കിലും നമുക്കത് പറയേണ്ട വിഷമം കൊണ്ട് അവർ ചിലപ്പോൾ പറഞ്ഞില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ചിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് അല്ലെങ്കിൽ നേരത്തെയൊക്കെ വാങ്ങിച്ചിട്ടുള്ളതിൻ്റെ ഒരു ഇതിൽ നമ്മൾ പിന്നെയും എന്തൊക്കെ വേണമെന്നുള്ളത് നോക്കി പിന്നെയും വാങ്ങിച്ചു. എനിക്കെപ്പോഴും ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് ആര് വന്നാലും കിട്ടാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു ചോക്ലേറ്റ് എന്ന് പറയുന്നത് ബൗണ്ടി ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ ഇതിവിടെ എപ്പോൾ വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടുന്നതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചോക്ലേറ്റ്സിനോട് വലിയ താല്പര്യമില്ല. അതങ്ങനെയാണല്ലോ, നമുക്കിപ്പോൾ എന്തെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമുക്കത് നമ്മുടെ തൊട്ടടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ നമുക്കത് കിട്ടില്ല എന്ന് കാണുമ്പോഴായിരിക്കും നമുക്ക് അതിനോട് വലിയൊരു കൊതിയോ ആഗ്രഹമൊക്കെ തോന്നാറ്. നമ്മൾ WTCയിലുള്ള നമ്മുടെ ലുലുവിൽ വന്നുകൊണ്ട് തന്നെ അപ്പോൾ അതിൽ തന്നെയുള്ള നമ്മുടെ മാക്സും കൂടി ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ മാക്സ് അല്ല കേട്ടോ, ഇത് അവിടെ തന്നെ ലുലുവിൽ തന്നെയുള്ള നമ്മുടെ ഡ്രസ്സിൻ്റെ ആ ഒരു സെക്ഷൻ അവിടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ കാര്യമായിട്ടൊന്നും കണ്ടില്ല. ചിലത് 1-2 കണ്ട് നോക്കിയെങ്കിലും അത്രയ്ക്ക് അങ്ങനെ വാങ്ങിക്കേണ്ട ഒരു ഇതായിട്ട് തോന്നിയില്ല. രണ്ടാൾക്കും നോക്കി ഗേൾസിൻ്റെ ആയാലും ബോയ്സിൻ്റെ ആയാലും ഡ്രസ്സിലൊന്നും നമുക്ക് കാര്യമായിട്ട് അങ്ങനെ വാങ്ങിക്കേണ്ട എന്നുള്ളതൊന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ 1-2 ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയതായിരുന്നു നമ്മുടെ അതിൽ തന്നെ WTCയിലെ മാക്സിലേക്ക്. കിട്ടിയാ ഇങ്ങോട്ട് തിരി കാണാല്ലേ, ഫേസ് കാണാല്ലേ നിന്റെ ചക്കുടു. അന്നമ്മു ക്ഷീണിച്ചാ? അന്നമ്മു ക്ഷീണിച്ചാ? ഇവിടെ നോക്കടാ. മാക്സിൽ പോകുന്നതിനേക്കാളും മുന്നേ നമ്മൾ അവിടെ തന്നെ ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡ് ചെറുതായിട്ട് കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. കാരണം ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊന്നുള്ള ശക്തി ഉണ്ടാവില്ലല്ലോ.
അങ്ങനെ 2 ദിവസത്തെ നമ്മുടെ യാത്രകൾക്കൊടുവിലാണ് നമ്മൾ നാട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള നമ്മുടെ ഐറ്റംസൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞേട്ടോ. പിന്നെയും ലാസ്റ്റ് ടൈമിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അത് 1-2 ഐറ്റംസൊക്കെ ഉണ്ടാവാറുള്ളൂ. നാട്ടിലേക്ക് ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കുന്നതാണ് കേട്ടോ. ഡ്രസ്സ് ചെയ്യാൻ എന്താ പറയുക, പുതിയൊരു ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല. ഒരു 2 ടീഷർട്ടോ അല്ലെങ്കിൽ ഷർട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലമല്ല 2-3 വർഷം വേണമെങ്കിലും ആ ഒരു ഡ്രസ്സ് കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക ഒരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ പേരും പറഞ്ഞിട്ട് അതുകൊണ്ടെങ്കിലും 1-2 ഡ്രസ്സ് വാങ്ങി നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി എന്താ പറയുക പിടിച്ചു കൊണ്ടുപോയി നോക്കിച്ചതാണ്. പക്ഷേ ഒന്നും കാര്യമായിട്ട് അവിടെയും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മുടെ നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഇനി നാട്ടിലേക്കുള്ള ദിവസങ്ങൾ, ഇനി നമുക്ക് ഫ്ലൈറ്റ് കയറാനുള്ള ദിവസം നമ്മൾ എണ്ണി ഇരിക്കാൻ കേട്ടോ. മക്കൾക്കാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്. അവർക്ക് ഇനി ഫ്ലൈറ്റ് കയറാം അല്ലെങ്കിൽ അവിടെ നാട്ടിൽ പോയിട്ട് എല്ലാവരും കാണാമെന്നൊക്കെ ആലോചിച്ചിട്ട് അവരിങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും എന്നാണ് നാളെയാണോ പോകണേ നാളെയാണോ എന്നിങ്ങനെ ചോദിച്ച് ഇങ്ങനെ ദിവസം നോക്കിയിരിക്കുകയാണ് രണ്ടാളും. നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ ലേറ്റായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ കിടന്നുറങ്ങി.